രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ വായിച്ചത് കൗസല്യാദേവിയുടെ സ്തുതിയാണ്. ഭഗവാന്റെ പാദകമലങ്ങളെ കാണാനുള്ള യോഗം മഹാമായയുടെ ചേർച്ച കൊണ്ട് എനിക്ക് ലഭിച്ചു. അല്ലെങ്കിൽ ഈ പരബ്രഹ്മസ്വരൂപിയായ മഹാവിഷ്ണുവിനെ കാണാനുള്ള ഒരു ഭാഗ്യം കൗസല്യാദേവിക്ക് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം മായയെ ആശ്രയിച്ചാണല്ലോ കൗസല്യയുടെ ജഠരത്തിൽ കൗസല്യാപുത്രനായി ജനിച്ചത്. അതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങൾ കാണാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. കൗസല്യ തന്റെ സ്തുതി തുടരുന്നു. ത്വത്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം, ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. ത്വത്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ ഈ ദിവ്യരൂപം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കണം. ഈ കാണാകിയ രൂപം എൻ്റെ ഉൾക്കാമ്പിൽ എപ്പോഴും ഉണ്ടാവണം. ദുഷ്കൃതമൊടുങ്ങുവാൻ, ഈ ഭഗവത് രൂപം സദാ ഉള്ളിൽ പ്രകാശിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ഭഗവത് രൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ മംഗളരൂപത്തെ ഉള്ളിൽ നിലനിർത്തുന്നത് കൊണ്ട് പാപങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ദുഷ്കൃതമൊടുങ്ങുവാനായി ഈ ദിവ്യരൂപം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതേ. പക്ഷേ ഈ മായയ്ക്ക് ഒരു ദോഷമുണ്ട്. ആ മായ എപ്പോഴും ജീവന്മാരെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. ആ മായയെ ആശ്രയിച്ചത് കൊണ്ടാണ് ഭഗവാന്റെ ദിവ്യമായ പാദങ്ങൾ ദർശിക്കാനിടയായത് എന്നുള്ളത് ശരി. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ, ഭഗവാനെ പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന അങ്ങയുടെ മഹാമായ വിശ്വേശ, ഹേ ജഗത്പതേ, ലക്ഷ്മീപതേ, മഹാലക്ഷ്മിയുടെ നാഥനായ പ്രഭോ, മാം മോഹിപ്പിച്ചിടായിക, എന്നെ മോഹിപ്പിക്കാതിരിക്കണമേ. ആര്? അങ്ങയുടെ മായ. ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. അങ്ങയുടെ ദിവ്യരൂപം കണ്ടു, അതെന്റെ ഹൃദയത്തിൽ എപ്പോഴും തങ്ങി നിൽക്കാനുള്ള അനുഗ്രഹം ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി എനിക്ക് ബാലഭാവത്തെ ഒന്ന് കാണിച്ചു തരണം. അതായത് എൻ്റെ കുഞ്ഞായി ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ എനിക്ക് ദർശനം തരണം. അങ്ങയുടെ ഈ ദിവ്യരൂപം, മഹാവിഷ്ണു സ്വരൂപം കേവലം അലൗകികം, അത് ലോകത്തിനകത്ത് പെടുന്ന ഒന്നല്ല, ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഗ്രഹിക്കാവുന്നതല്ല. അലൗകികമാണ് അങ്ങയുടെ ഈ ദിവ്യരൂപം, വൈഷ്ണവമായ രൂപം. ഈ ശംഖചക്ര ഗദാപാണിയായിരിക്കുന്ന അങ്ങയുടെ ഈ വിഷ്ണു രൂപമുണ്ടല്ലോ, ഇത് അലൗകികമാണ്, സാധാരണ ജനങ്ങൾക്ക് കാണാൻ കിട്ടാത്തതാണ്. ദേവേശ, ഹേ പ്രഭോ, മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. അങ്ങ് എനിക്ക് ദർശനം തന്നു, മറ്റാരും കാണുന്നതിന് മുമ്പ് ഈ ദിവ്യരൂപത്തെ അങ്ങ് പിൻവലിക്കണമേ. ഈ രൂപത്തെ അങ്ങ് മറച്ചു കളയണം. എന്നിട്ട് ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടണം? ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. ഹേ ദയാനിധേ, ലാളിക്കാനും കെട്ടിപ്പിടിക്കാനും അനുരൂപമായ ഒരു കുഞ്ഞു രൂപം, ബാലഭാവത്തിലുള്ള രൂപത്തെ പ്രഭോ അങ്ങ് എനിക്ക് കാണിച്ചു തരണം. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. അങ്ങ് ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ വന്നാൽ ആ പുത്രവാത്സല്യം, തൻ്റെ കുഞ്ഞിനോട് അമ്മയ്ക്ക് തോന്നുന്ന സഹജമായ ആ വാത്സല്യം എന്നുള്ള വ്യാജേന ഞാൻ അങ്ങയെ പരിചരിച്ചു കൊള്ളാം പ്രഭോ. അങ്ങ് സാക്ഷാത് മഹാവിഷ്ണുവാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങ് ബാലരൂപത്തിൽ എൻ്റെ അടുത്ത്, എൻ്റെ സമീപത്തിരുന്നാൽ എനിക്ക് അങ്ങയെ ലാളിക്കാം, ആശ്ലേഷിക്കാം, ആലിംഗനം ചെയ്യാം. അതിന് പറ്റിയ ഒരു രൂപത്തെ എനിക്ക് കാണിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പുത്രവാത്സല്യം എന്നുള്ള വ്യാജേന അങ്ങയെ ഞാൻ പരിചരിക്കും. അങ്ങേക്ക് ചോറ് വാരിത്തരുമ്പോൾ ഞാൻ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുകയാണ് എന്ന് കരുതിക്കോളാം. അങ്ങയെ ഞാൻ കുളിപ്പിക്കുമ്പോൾ
അങ്ങേക്ക് അഭിഷേകം ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചോളാം. മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ആ ദിവ്യഭാവം, ഞാൻ ഭഗവാനെ അഭിഷേകം ചെയ്യുകയാണ്, ഭഗവാന് നിവേദ്യം സമർപ്പിക്കുകയാണ് എന്നുള്ള കാര്യം പിടികിട്ടുകയുള്ളൂ. അതാണ് പുത്രവാത്സല്യവ്യാജമായ ഒരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. അങ്ങനെ ഞാൻ അങ്ങയെ നിരന്തരം സേവിക്കുക വഴി ഈ ദുഃഖരൂപമായ സംസാര സാഗരത്തെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിന് അങ്ങ് അനുഗ്രഹം ചൊരിയണം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. ഇങ്ങനെ വളരെയധികം ഭക്തി പൂണ്ട് തന്നെ വീണു വണങ്ങി സ്തുതിച്ച ആ കൗസല്യ ദേവിയെ നോക്കി ഭക്തവത്സലനായ പുരുഷോത്തമൻ ഇങ്ങനെ പറഞ്ഞു: മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതും അന്തരമില്ല, ചിന്തിച്ച വണ്ണം വരും. അമ്മേ, ഭവതിക്ക് എന്തിഷ്ടമാകുന്നത് എന്നാൽ ഏതും അന്തരമില്ല. അമ്മയ്ക്ക് എന്താണോ ആഗ്രഹം, അമ്മ എന്താണോ അഭിലഷിക്കുന്നത്, അതിൽ അല്പം പോലും മാറ്റമില്ലാതെ അതൊക്കെ സംഭവിക്കും. ചിന്തിച്ച വണ്ണം വരും. അതൊക്കെ അങ്ങനെ തന്നെ നടക്കും. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം, അഹങ്കാരം കൊണ്ട് മതി മറന്നിരിക്കുന്ന രാവണനെ കൊന്നിട്ട് 3 ലോകങ്ങൾക്കും സന്തോഷം ഉണ്ടാവാൻ വേണ്ടി പണ്ട് ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മലപാദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ ബ്രഹ്മാവ്, ശങ്കരൻ തുടങ്ങിയവർ, ശങ്കരൻ ശിവൻ, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ അമരപ്രവരന്മാർ, ദേവശ്രേഷ്ഠന്മാർ പണ്ട് എന്നോട് അപേക്ഷിച്ചു. എൻ്റെ നിർമ്മലമായ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു. എന്താണ്? ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പാദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ എൻ്റെ പാദങ്ങളിൽ സേവിച്ച് എന്നെ സ്തുതിച്ചു. മാനവവംശത്തിങ്കൽ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. അങ്ങനെ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം രാവണനെ നിഗ്രഹിക്കാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ. കാരണം അങ്ങനെയാണ് രാവണൻ വരം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ ഒരു മനുഷ്യരൂപം കൈക്കൊണ്ട് വേണം രാവണനെ നിഗ്രഹിക്കാൻ. അതുകൊണ്ട് ഞാൻ മനുഷ്യവംശത്തിൽ അങ്ങയുടെ തനയനായി, പുത്രനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ ജനിച്ചു. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ഇനി ഞാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന്, നിങ്ങൾക്ക് മകനായി ഞാൻ ജനിക്കണം എന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. അമ്മയുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്നെ പുത്രനായി ലഭിക്കണം എന്ന് എന്നെ ഭജിച്ചു അമ്മ. പൂർവജന്മനി പുനരതു കാരണം ഇപ്പോൾ, കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ അമ്മ ഒരാഗ്രഹത്തോടുകൂടെ എന്നെ ഭജിച്ചത് കൊണ്ടാണ് ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ഞാൻ എൻ്റെ ഈ ദിവ്യമായ രൂപത്തെ കാണിച്ചു തന്നത്. എന്നെ ധാരാളം ഭജിച്ചിട്ടുണ്ട്, ഉപാസിച്ചിട്ടുണ്ട് അമ്മ. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന് ഇല്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എൻ്റെ ദർശനം അതീവ ദുർലഭമാണ്. ഭഗവത് ദർശനം എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. ആ ഭഗവത് ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ മോക്ഷം സിദ്ധിക്കും. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന് ഇല്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. അങ്ങനെ എൻ്റെ ദർശനത്തിലൂടെ മോക്ഷം നേടിയിട്ടുള്ള ഒരുവന് പിന്നെ ജനനമരണ രൂപമായ സംസാര ദുഃഖം ഇല്ല. എന്നുടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചു കൊള്ളുന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. എൻ്റെ ഈ ദിവ്യരൂപത്തെ, ശംഖചക്ര ഗദാപാണിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ഈ ദിവ്യരൂപത്തെ നിത്യവും ധ്യാനിച്ചു കൊള്ളുക എന്നാൽ എപ്പോഴും എന്നും ധ്യാനിച്ചു കൊള്ളണം. എങ്കിൽ ധ്യാനിച്ചാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. വന്നിടും മോക്ഷം, തീർച്ചയായും ആ ഉപാസകൻ മോക്ഷത്തിന് അർഹനായിത്തീരും. മോക്ഷം ലഭിക്കും അദ്ദേഹത്തിന്. ഇല്ല സംശയമേതും. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദം ഇത് ആദരാത്
പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത് സ്മരണയുമുണ്ടാം. എന്റെ രൂപത്തെ നിരന്തരം ധ്യാനിക്കുന്നവന് തീർച്ചയായും മോക്ഷം ലഭിക്കും, സംശയമില്ല അക്കാര്യത്തിൽ. യാതൊരു മർത്യൻ ഇഹ നമ്മിലെ സംവാദം. ഇത് അമ്മേ, ഏതൊരു മനുഷ്യനാണോ ഞാനും അമ്മയും തമ്മിലുള്ള ഈ സംവാദം, ഈ സംഭാഷണം ആദരാത് പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും, ഭക്തിയോടുകൂടെ നമ്മൾ തമ്മിലുള്ള ഈ സംവാദത്തെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും അവന് സാരൂപ്യം എന്ന മോക്ഷം ലഭിക്കും. സാരൂപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റേതുപോലുള്ള ദിവ്യ രൂപം, അതായത് മഹാവിഷ്ണുവിന്റെ രൂപം ആ ഭക്തന് ലഭിക്കും. അതാണ് സാരൂപ്യമുക്തി. ആ സാരൂപ്യമുക്തി നമ്മുടെ ഈ സംവാദം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് സിദ്ധിക്കും. അതുമാത്രമല്ല, ചേതസി മരിക്കുമ്പോൾ മത് സ്മരണയുമുണ്ടാം. ഈ സംവാദത്തെ ശ്രവിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നവർക്ക് അവരുടെ മരണവേളയിൽ എന്റെ സ്മരണയുണ്ടാകും, ഭഗവത് സ്മരണയുണ്ടാകും, ഈശ്വര സ്മരണയുണ്ടാകും. ആ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് പ്രാണൻ ത്യജിച്ചാൽ ഭഗവാന്റെ ലോകം ആദ്യം ലഭിക്കും. അതാണ് സാലോക്യമുക്തി. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ സമീപത്തിരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അതാണ് സാമീപ്യമുക്തി. അത് കഴിഞ്ഞാൽ സാരൂപ്യമുക്തി. ഭഗവാനെ പോലെ തന്നെ ആയിത്തീരും. മഹാവിഷ്ണുവിന്റെ അതേ രൂപം ആ ഭക്തന് കിട്ടും. ആ സാരൂപ്യമുക്തിക്ക് ശേഷം സായുജ്യമുക്തിയും കിട്ടും. സായുജ്യമുക്തി ഭഗവാനുമായി ഒന്നായി ഭഗവാൻ തന്നെയായിത്തീരും. ഇങ്ങനെ 4 വിധ മുക്തികളും ഭഗവാന്റെ സ്മരണ കൊണ്ട് മരണവേളയിൽ ഭഗവാന്റെ ദിവ്യരൂപത്തെ സ്മരിക്കുക വഴി ലഭിക്കും എന്നാണ് മഹാവിഷ്ണു തന്നെ കൗസല്യാദേവിയോട് പറയുന്നത്. പിന്നെ കഥ അങ്ങനെ മുമ്പോട്ട് പോകുന്നു. താടകയെ വധിക്കുന്നതും വിശ്വാമിത്ര യാഗസംരക്ഷണവും അഹല്യ മോക്ഷവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അഹല്യ സ്തുതിക്കുന്നു ശ്രീരാമചന്ദ്രനെ. ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നു. സീതാ സ്വയംവര സമയത്ത് അവിടെ എത്തുന്നു. ജനകന്റെ വില്ലൊടിച്ച് സീതയെ പാണിഗ്രഹണം ചെയ്യുന്നു. ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആര്? ശ്രീ പരമേശ്വരൻ. അങ്ങനെ അതെല്ലാം വായിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ എത്തുന്നു എന്ന് ചോദിച്ചാൽ അയോധ്യാകാന്ഡം, ബാലകാന്ഡമൊക്കെ കഴിഞ്ഞു. അടുത്തത് 2ാമത്തെ കാണ്ഡമായ അയോധ്യാകാന്ഡത്തിലെത്തുന്നു. അവിടെ ഒരു പ്രധാന ഭാഗം വായിക്കാനുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ നാരദ രാഘവ സംവാദം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തത്വമൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നാരദ രാഘവ സംവാദം. ആ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു ദിവസം ശ്രീരാമൻ തൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയുമൊത്ത് വളരെ സന്തോഷത്തോടു കൂടി അയോധ്യയിൽ വാണിരിക്കുന്ന സമയം അവിടെ രാഘവനെ ദർശിക്കാനായി നാരദൻ സമാഗതനാകുന്നു. നാരദൻ എന്തിനാ അവിടെ എത്തിയത് എന്ന് ചോദിച്ചാൽ അവതാരോദ്ദേശ്യത്തെ ശ്രീരാമൻ മറന്നുവോ? രാവണനെ നിഗ്രഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മഹാവിഷ്ണു രാമനായിട്ട് അവതരിച്ചത്. ആ അവതാരോദ്ദേശ്യത്തെ മറന്നുപോയിട്ടുണ്ടോ? അങ്ങനെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് നാരദ മഹർഷി അയോധ്യയിൽ എത്തുന്നത്. ബാലാർക്ക സന്നിഭ കൗസ്തുഭഗന്ധരൻ പ്രാലേയ ഭാനു സമാനനയാസമം ലീലയാ താംബൂല ചർവണാദ്യൈരനുവേലം വിനോദിച്ചിരുന്നരുളും നേരം. ബാലാർക്ക സന്നിഭ കൗസ്തുഭഗന്ധരൻ, ബാലസൂര്യൻ അല്ലെങ്കിൽ ഉദയസൂര്യൻ, ഉദയസൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടുകൂടിയ കൗസ്തുഭത്തെ ധരിച്ചിട്ടുള്ള മഹാവിഷ്ണു, അദ്ദേഹം തന്നെയാണ് ശ്രീരാമൻ. പ്രാലേയ ഭാനു സമാനനയാ സമം. പ്രാലേയ ഭാനു സമ ആനനയാ. പ്രാലേയ ഭാനു പൂർണ്ണചന്ദ്രൻ, തൂനിലാവ് ഒഴിക്കുന്ന ചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയ സീതാദേവിയോടൊപ്പം ലീലയാ താംബൂല ചർവണാദ്യൈരനുവേലം, വളരെ രസത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി സീതാദേവിയിൽ നിന്ന് താംബൂലം വാങ്ങിച്ച് ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാരദൻ ആഗതനാവുന്നത്.
താമ്പൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്കാൻ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ അത് പുകയിലൊന്നും ഉണ്ടാകത്തില്ല. വെറ്റില, പാക്ക്, അതുപോലെയുള്ള മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ. ആ താമ്പൂലം, അതാണ് താമ്പൂലം എന്ന് പറയുന്നത്. ആ താമ്പൂലത്തെ ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ വളരെ സന്തോഷിച്ച് ഇരിക്കുന്ന സമയത്താണ് നാരദൻ അവിടെ എത്തിച്ചേരുന്നത്. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. ശ്രീരാമ ദർശനത്തിനായി മഹാമുനിയായ നാരദൻ, ത്രിഭുവന സഞ്ചാരിയാണ്, നാരായണ മൂർത്തിയുടെ പരമഭക്തനാണ്, മഹാവിഷ്ണു ഭക്തൻ, സദാ നാരായണനാമം ജപിച്ചുകൊണ്ട് ത്രിഭുവനങ്ങളിൽ സഞ്ചരിക്കുന്ന മഹാമുനിയായ ഭക്തോത്തമനായ നാരദൻ ഭൂലോകത്തെ അപ്പോൾ അലങ്കരിച്ചു. എങ്ങനെയാ അലങ്കരിച്ചത്? തോരണങ്ങളും മറ്റും കെട്ടിയല്ല. ദേവർഷിയായ നാരദൻ ഭൂമിയിൽ കാലുകുത്തി എന്നുള്ളത് തന്നെ ഭൂലോകത്തിന് വലിയ അലങ്കാരമാണ്. ദേവർഷി ഭൂമിയിൽ തന്റെ പാദസ്പർശം കൊണ്ട് ഭൂമിയെ അനുഗ്രഹിച്ചു. അതാണ് ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഗ്ധശരചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാത് തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. മുഗ്ധ ശരചന്ദ്ര തുല്യ തേജസ്സൊടും, ശരത്കാലത്തെ പൂർണ്ണചന്ദ്രന് തുല്യമായ തേജസ്സോടുകൂടിയവനായി, ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി, നിർമ്മലമായ സ്ഫടികം പോലെ തിളങ്ങുന്ന പ്രഭാമയമായ ശരീരത്തോടു കൂടിയവനായി, സത്വരം അമ്പരത്തിങ്കൽ നിന്ന്, പെട്ടെന്ന് തന്നെ ആകാശത്തിൽ നിന്ന് നാരദ മഹർഷി താഴേക്ക് ഇറങ്ങി വന്നു. തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. അവതരിക്കുക എന്ന് പറഞ്ഞാൽ താഴേക്ക് വരിക, ഇറങ്ങുക എന്നാണ് അർത്ഥം. അവതാരം എന്നുള്ള വാക്കിന് അത്രയേ അർത്ഥമുള്ളൂ. ദേവർഷിയായ നാരദൻ പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ട് ശ്രീരാമൻ എന്ത് ചെയ്തു? ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ട് എഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണ ആശു നമസ്കരിച്ചിടിനാൻ. ശ്രീരാമനും പെട്ടെന്ന് ദേവർഷിയായ നാരദൻ പ്രത്യക്ഷപ്പെട്ടത് കണ്ടിട്ട് അല്പം വെപ്രാളത്തോടുകൂടി, സംഭ്രമത്തോടുകൂടി, മഹാത്മാക്കളൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത സംഭ്രമം ഉണ്ടാകും. അത് തന്നെയാണ് ശ്രീരാമനും ഉണ്ടായത്. വളരെ സംഭ്രമത്തോടുകൂടി നാരദനെ കണ്ട് എഴുന്നേറ്റ് സാദരം. നാരദനെ കണ്ട് പെട്ടെന്ന് അദ്ദേഹം തന്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. നാരീമണിയായ ജാനകി തന്നോടും, സ്ത്രീരത്നമായ ജാനകിയോടുകൂടെ പാരിൽ വീണ് ആശു നമസ്കരിച്ചിടിനാൻ. തറയിൽ വീണ് നമസ്കരിച്ചു. അതായത് കൈകൂപ്പിയതല്ല, തല താഴ്ത്തിയതല്ല, സാഷ്ടാംഗം പ്രണാമം ചെയ്തു, ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. പാദ്യാസന ആചമനീയ അർഘ്യപൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ, തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ, മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മഹാത്മാക്കൾ വീട്ടിൽ വന്നാൽ പാദ്യം, ആസനം, ആചമനീയം, അർഘ്യം ഇവയൊക്കെ കൊടുക്കണം എന്നാണ്. എന്താണ് പാദ്യം എന്ന് പറഞ്ഞാൽ? കാല് കഴുകാനുള്ള ജലം. ആസനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊടുക്കുക, പീഠമോ മറ്റോ പലകയോ മറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ ആചമനീയം, അവരുടെ ദാഹം ശമിപ്പിക്കാൻ ജലം കൊടുക്കുക. പിന്നെ അദ്ദേഹത്തെ പൂജിക്കുക, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുക, കാല് കഴുകുക, എന്നിട്ട് കാലിൽ ചന്ദനം, കുങ്കുമം തുടങ്ങിയവ തൊടുവിക്കുക, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. ഇതൊക്കെ ശ്രീരാമൻ ചെയ്തു എന്നാണ്. ആദ്യേന പൂജിതനായൊരു നാരദൻ. അങ്ങനെ നാരദ മഹർഷിയെ വേണ്ടവണ്ണം പൂജിച്ചു. തൻ യോഗത്താലിരുന്നൊരു രാഘവൻ. നാരദനും പറഞ്ഞു, ശ്രീരാമ, അങ്ങയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാലും എന്നെ സേവിച്ചത് മതി, ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് രാഘവനും മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. പുഞ്ചിരി തൂകിക്കൊണ്ട് വളരെ വിനയാന്വിതനായി മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. പതുക്കെ മുനിവരനോട് പറഞ്ഞു, മുനിവര്യനായ നാരദ മഹർഷിയോട് പറഞ്ഞു, വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാ വിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. രാമന്റെ വിനയം നോക്കൂ. വന്ദേ പദം കരുണാനിധേ, ഹേ കാരുണ്യസാഗരമേ, അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. സാമ്പ്രതം നാനാ വിഷയസംഗം പൂണ്ടുമേവിന,
പല ലൗകിക വിഷയങ്ങളിലും സംഘബദ്ധരായി കഴിയുന്ന, സംഘത്തോടുകൂടി കഴിയുന്ന മനസ്സുകളോടുകൂടിയ ഞങ്ങളെപ്പോലെയുള്ള ലൗകികന്മാർ. അവതാര പുരുഷനായ രാമനാണ് സംസാരിക്കുന്നത്. പല വിഷയ സംഘങ്ങളും കൊണ്ട് കലുഷിതമായ മാനസത്തോടുകൂടിയ വെറും സംസാരികളായിട്ടുള്ള മനുഷ്യരായ ഞങ്ങൾക്ക് ഒന്നാലോചിച്ചാൽ, ചിന്തിച്ചാൽ, ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. മഹാജ്ഞാനിയായിരിക്കുന്ന അങ്ങയുടെ പാദപത്മങ്ങളെ കാണാനുള്ള ഭാഗ്യം തന്നെ പല മാനവന്മാർക്കുമില്ല. അത് കാണാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പൂർവജന്മ സുഹൃതം തന്നെയാണ്. അങ്ങയുടെ പാദദർശനം തന്നെ വളരെ ദുർലഭമാണ്. നിശ്ചയം ഈ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണാൻ അവകാശവും വന്നിത്. ഞാൻ പണ്ട് ചെയ്ത ഏതോ പുണ്യപ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് അങ്ങയുടെ ദർശനം എനിക്ക് ലഭിച്ചത്. പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനെ, എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. പുണ്ടരീകോദ്ഭവപുത്ര, പുണ്ടരീകം താമര, താമരയിൽ നിന്ന് ഉദ്ഭവിച്ചവന്റെ മകനെ. താമരയിൽ നിന്ന് ഉദ്ഭവിച്ചവനാരാണ്? പങ്കജ സംഭവൻ ബ്രഹ്മദേവൻ. ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ഈ നാരദൻ. അതുകൊണ്ട് ഹേ നാരദ മഹർഷേ, മഹാമുനെ, അങ്ങ് ഇവിടെ പാദസ്പർശം ചെയ്തത് കൊണ്ട് എൻ്റെ വംശവും എൻ്റെ ജന്മവും രാജ്യവും ഇന്ന് പവിത്രമായി തീർന്നു, പവിത്രീകരിക്കപ്പെട്ടു. ഹേ തപോധനനായ നാരദ മഹർഷേ, എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിധേ. അങ്ങ് വന്നത് എന്തിനാണ്? അങ്ങയുടെ ആഗമനോദ്ദേശ്യം എന്താണാവോ? ഇനി എന്തു കാര്യമെന്നും ഒരു കാരണവും ഇല്ലാതെ ആരും വരില്ലല്ലോ. അതുകൊണ്ട് എന്ത് ആവശ്യത്തിനാണ് അങ്ങ് ഇങ്ങോട്ട് വന്നത് എന്ന് എന്നോട് അരുളി ചെയ്യണം കൃപാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം. അങ്ങ് എന്തിനു വേണ്ടിയാണ് എൻ്റെ ഈ വാസസ്ഥലത്തെത്തിയത്? സന്തോഷത്തോടുകൂടി അതൊന്ന് പറഞ്ഞു തരണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പൻ എല്ലാമേ. ഞാൻ മന്ദനാണ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിശക്തിയോ മനോബലമോ ഒന്നും ഇല്ലാത്തവനാണ്. അങ്ങേക്ക് എന്നോട് കാരുണ്യം തോന്നുന്നുവെങ്കിൽ അങ്ങയുടെ ആഗമനോദ്ദേശം എന്നെ അറിയിച്ചാലും അതെന്തു തന്നെയായാലും ഞാൻ തീർച്ചയായും സാധിപ്പിച്ചു തരാം. അങ്ങയുടെ ഉദ്ദേശ്യം ഞാൻ തീർച്ചയായിട്ടും നിറവേറ്റിത്തരാം എന്ന് ശ്രീരാമൻ നാരദനോട് പറഞ്ഞപ്പോൾ നാരദൻ തൻ്റെ ആഗമനോദ്ദേശ്യം അറിയിക്കുകയാണ്. ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം.